Hello my dear friends, it's me Nebuhan from MS Solution. MS Solutions ഉള്ളപ്പോൾ ഇനി എന്തിനു നമുക്ക് വേറൊരു സൊല്യൂഷൻ അല്ലേ? എടാ നമ്മളെ ഓണപരീക്ഷയ്ക്ക് ബോട്ടണി ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് നോക്കിക്കേ. ഒബ്സർവ് ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഫസ്റ്റ് പെയർ നോക്കിയിട്ട് ആ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗം ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലൈക്കൺ നോക്കിയേ, ലൈക്കൺ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? അസോസിയേഷൻ വിത്ത് ഫംഗെ ആൻഡ് ആൽഗെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, എല്ലാവരും പഠിച്ചതുമാണ്. സോ അസോസിയേഷൻ ഓഫ് ഫംഗൈ വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്, ഹയർ പ്ലാന്റ്സിന്റെ റൂട്ടുമായിട്ട് ഫംഗസിന്റെ അസോസിയേഷൻ, അതിന് പറയുന്ന ഒരു പേരുണ്ട് അല്ലെ? നമ്മൾ പഠിച്ചതാ. എന്താ? ദാറ്റ് ഈസ് മൈക്കോറൈസ. എന്താ മക്കളെ? മൈക്കോറൈസ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, പ്ലസ് 1 മാത്രമല്ല പ്ലസ് 2. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ. നോക്കിയേ, ഡയാറ്റംസ് ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻസ്. കടലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊഡ്യൂസേഴ്സ്, ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ് നമ്മുടെ ഡയാറ്റംസ് അല്ലെ? നെയിം ദ ഗ്രൂപ്പ് ടു വിച്ച് ഡയാറ്റംസ് ബിലോങ്സ്. ഏത് ഗ്രൂപ്പിലാണ്? കിങ്ഡം അല്ല എഴുതേണ്ടത്, കിങ്ഡം പ്രൊട്ടിസ്റ്റ ആണ് നമുക്കറിയാം. കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് എന്നാണ് ചോദ്യം. ഏതാ മക്കളെ? ക്രൈസോഫൈറ്റ്സ് ആണ് അല്ലെ? നമ്മൾ ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, ലൈമോൾസ് ആൻഡ് പ്രോട്ടോസോയിൻസ് എന്ന് പറഞ്ഞ് ക്ലാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് കിങ്ഡം പ്രൊട്ടിസ്റ്റേനെ. അതിൽ ക്രൈസോഫൈറ്റ്സിൽ വരുന്ന ആളാണ് ഡയാറ്റംസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ഡയാറ്റോമീഷ്യസ് എർത്ത്? എന്താണ് ഡയാറ്റോമീഷ്യസ് എർത്ത് എന്ന് പറഞ്ഞാൽ? വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കാം. ദ അക്യുമുലേഷൻ ഓഫ് അല്ലെ, എന്തിന്റെ അക്യുമുലേഷൻ ആണ്? സിലിക്കേഷ്യസ് സെൽ വോൾ അല്ലെ? നമ്മുടെ ഡയാറ്റംസിന്റെ സിലിക്ക കൊണ്ടുണ്ടാക്കിയ സെൽ വോളിന്റെ അക്യുമുലേഷൻ ആണ്. ഇൻ ദർ ഹാബിറ്റാറ്റ്, എവിടെ? അവരുടെ വാസസ്ഥലത്ത് അല്ലെ? ഓവർ എ ബില്യൺസ് ഓഫ് ഇയേഴ്സ്, കുറെ കാലങ്ങൾ കൂടിയിട്ടുള്ള ആ ഒരു അക്യുമുലേഷനെ പറയുന്ന പേരാണ് എന്ത്? ഡയാറ്റോമീഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡയാറ്റത്തിന്റെ സെൽ വാൾ സിലിക്ക കൊണ്ട് ഉണ്ടാക്കിയത് നമുക്കറിയാം. ആ സെൽ വാള് കുറെ കാലമായിട്ട് അതിന്റെ ഹാബിറ്റാറ്റിൽ, അതിന്റെ വാസസ്ഥലത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് എന്ത്? ഡയാറ്റോമീഷ്യസ് എർത്ത് എന്ന് പറഞ്ഞാൽ. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ടു യൂസ് ഓഫ് ഡയാറ്റോമീഷ്യസ് എർത്ത്. അതിന്റെ രണ്ട് യൂസുകൾ പറയാനാണ് മക്കളെ. എന്തൊക്കെയാ? ഒന്ന് പോളിഷിങ്, രണ്ടെന്താ? ഫിൽട്രേഷൻ. എന്തിനെയൊക്കെ ഫിൽട്ടർ ചെയ്യും? ഓയിലിനെയും സിറപ്പിനെയും ഫിൽട്ടർ ചെയ്യാൻ. അപ്പോൾ ഓയിൽ ആൻഡ് സിറപ്സിന്റെ ഫിൽട്രേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അടുത്തൊരു ഫംഗ്ഷൻ ആണ് പോളിഷിങ്. ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻ ആണ് നമ്മൾ ഈ ഡയാറ്റോമീഷ്യസ് എർത്ത് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കും. ഓക്കെ, സോ ഇനി അടുത്തൊന്ന് മാച്ച് ചെയ്യാൻ നോക്കാം. നമ്മൾ കുറെ എക്സാമ്പിൾ ഒക്കെ ചെയ്യുന്നതാണല്ലേ. നോക്കിയേ, അമീബോയിഡ് പ്രോട്ടോസോയിൻസ്, പ്രോട്ടോസോയിൻസിൽ വരുന്ന അല്ലെ, നമ്മുടെ കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ പ്രോട്ടോസോയിൻസിൽ വരുന്ന ബാക്കി 4 ആൾക്കാരും അതിന്റെ എക്സാമ്പിളുകളാണ് കേട്ടോ. അമീബോയിഡ് പ്രോട്ടോസോയിൻസ് എന്തായിരിക്കും മക്കളെ എക്സാമ്പിൾ? എൻഡ് അമീബയാണ് അല്ലെ? എൻഡ് അമീബയാണ് നമ്മൾ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഡിസെൻട്രി അല്ലെ, ഒരു വയറുവേദനയൊക്കെ ഉണ്ടാക്കും. അടുത്ത് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോയിൻസ് നമ്മൾ കോഡ് വെച്ച് പഠിച്ചതാണ് അല്ലെ? ട്രിപ്പണോസോമ. ഈ വൈ ഇങ്ങനെ ആലോചിക്കുക അല്ലെ, ഫ്ലജല്ല പോലെ നിൽക്കുന്നു, ട്രിപ്പണോസോമ. ഓക്കെ, ഇങ്ങനെ കുറെ കോഡുകളൊക്കെ വരാനുണ്ട് കേട്ടോ. സോ ട്രിപ്പണോസോമയാണ്. അടുത്ത സീലിയേറ്റഡ് പ്രോട്ടോസോമ ഏതാ മക്കളെ? പാരമീസിയം. ആരാണ്? പാരമീസിയം അല്ലെ? പാരമീസിയത്തിന്റെ കുറെ പ്രത്യേകതകളൊക്കെ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. അടുത്തത് സ്പോറോസോയിൻസ്. എന്താ സ്പോറോസോയിൻസിന്റെ എക്സാമ്പിൾ? ദാറ്റ് ഈസ് പ്ലാസ്മോഡിയം അല്ലെ? മലേറിയ ഉണ്ടാക്കുന്ന പ്ലാസ്മോഡിയം നമ്മളെ ലാസ്റ്റ് പഠിക്കുന്നതാണ് അല്ലെ? സോ ഇങ്ങനെ കുറെ കോഡുകൾ വെച്ചിട്ട് നമ്മൾ ഇവിടെ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, വീണ്ടും മാച്ച് ദ ഫോളോയിങ് തന്നെയാണ് കേട്ടോ. നോക്കാം. മെത്തനോജൻസ് കറക്റ്റ് ആയിട്ട് പെയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മെത്തനോജൻസിന് ഇതിൽ ആരുമായിട്ടാണ് കറക്റ്റ് ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുക? മാർഷി ഏരിയാസ് അല്ലെ? മാർഷി ഏരിയാസിലാണ് മെത്തനോജൻസിനെ കാണാനായിട്ട് പറ്റുക. വേറൊരു സ്ഥലം കൂടി ഉണ്ട് അല്ലെ, റൂമിനന്റ് അനിമൽസിന്റെ ഗഡ്സ്. സോ അതിവിടെ തന്നിട്ടില്ല, മാർഷി ഏരിയാസ്. ദെൻ ഹാലോഫിലസ്. നോക്കിയേ, എവിടെയാണ് ഹാലോഫിലസിനെ കാണാൻ പറ്റുക? സാൾട്ടി ഏരിയാസ്, ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലെ? ദെൻ തെർമോ അസിഡോഫിലസ്. എന്താ തെർമോ അസിഡോഫിലസ് എന്ന് പറഞ്ഞാല്? ഹോട്ട് സ്പ്രിങ്സിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലെ? ഹോട്ട് സ്പ്രിങ്സിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലെ? തെർമോ അസിഡോഫിലസ്. ദെൻ മൈക്കോപ്ലാസ്മ. എന്താ പ്രത്യേകത? സർവേ വിത്തൗട്ട് ഓക്സിജൻ അല്ലെ? ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഭൂമിയിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് ലിവിങ് സെല്ലാണ്. അതിന് സെൽ വോൾ ഇല്ല എന്നുള്ളൊക്കെ കുറെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ മക്കളെ, അടുത്തത് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ ബ്ലൂ ഗ്രീൻ ആൽഗെ. ഓക്കെ, നോക്കേ, ഇവിടെ ഒരു പ്രത്യേകത, അതാ സെല്ലിന്റെ പേര് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹെട്രോസിസ്റ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ അതേ ബുക്ക് അതേ പിക്ചർ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഹെട്രോസിസ്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഏതാണ് ആ
സെല്ലിന്റെ പേര് ഹെട്രോസിസ്റ്റിക് സെൽ എന്നാണ്. ഏത് ബാക്ടീരിയയിലാണ് മക്കൾ ഇത് കാണാൻ പറ്റുക? നമ്മുടെ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നറിയപ്പെടുന്ന സൈനോ ബാക്ടീരിയയിലാണ് ഇത് കാണാനായിട്ട് പറ്റുക. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിന് എക്സാമ്പിളും പഠിച്ചിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണത്? നോസ്റ്റോക്ക് ആൻഡ് അനാബീന. ഏതാണ്? നോസ്റ്റോക്ക് ആൻഡ് അനാബീന. സോ നമ്മുടെ ഇത്തരത്തില് നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും ഡിസ്കസ് ചെയ്യാൻ നമ്മൾ നാളെ നമ്മുടെ ജൂലൈ 5 അല്ലെ, ജൂലൈ 5 നമ്മൾ 5-ാം തീയതി ഫ്രൈഡേ 7:15 കൃത്യം 7:15 നമ്മൾ ലൈവ് വരുന്നതായിരിക്കും. വൺ ഷോട്ട് വീഡിയോ ആണ്. 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്റർ ഓണം എക്സാമിന് വേണ്ടി നമ്മൾ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. സോ നമ്മുടെ ലൈവിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. എല്ലാവരും കയറിയിട്ട് നോട്ടിഫൈ മീ എനേബിൾ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാവരും നാളെ വരിക. നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളും അതുപോലെ തന്നെ അത് പഠിക്കാനുള്ള കുറെ നല്ല നല്ല ട്രിക്കുകളുമായിട്ട് നമ്മൾ നാളെ കാണുന്നതായിരിക്കും. സോ ബൈ ബൈ.